ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. അനുഗ്രഹമേറിയ നല്ല സമയത്തിനായിട്ട് കർത്താവിനെ വാഴ്ത്തുന്നു, സ്തുതിക്കുന്നു. Christian greetings to all of you, especially Pastor Sibi and family who gave the opportunity to share the word of God. My beloved parents, my beloved brothers, Benmon and Leomon, all the distinguished members of the church. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഞാൻ പ്രാരംഭത്തിലെ ഒരു വാക്യം വായിച്ച് കർത്താവിനെ മഹത്വപ്പെടുത്തുവാനായിട്ടും ചില ആലോചനകളെ, ചില അനുഭവങ്ങൾ പറയുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു. ഉൽപ്പത്തി പുസ്തകം 21-ാമത്തെ അധ്യായത്തിന്റെ 17-ാമത്തെ വാക്യം. ദൈവം ബാലന്റെ നിലവിളി കേട്ടു. God heard the voice of the boy. നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. Let's pray. Our Heavenly Father, thank you for this wonderful time. Once again we are coming to your presence, Lord. Bless us, Lord. I submit all the beloved members into your mighty hand. Lord, we know thy word has power. Speak to us. Bless us. Give the wisdom, Lord. I pray for the entire church, especially Pastor Sibi and family. Bless us, everyone. Thank you for the hearing your prayer. Amen. Amen. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. വളരെ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ ഈ വചനത്തിന്റെ ചില ആലോചനകളും ദൈവം എന്നെ നടത്തിയ വിധങ്ങളെയൊക്കെ പറയുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു. ഞാനൊരു യാക്കോബ കുടുംബത്തിലെ ജനിച്ച് വളർത്തപ്പെടുവാനുള്ള ഭാഗ്യം ദൈവം എനിക്ക് തന്നു. 25-ാമത്തെ വയസ്സിൽ രക്ഷിക്കപ്പെടുവാൻ, സ്നാനപ്പെടുവാൻ, തുടർന്ന് കർത്താവിന്റെ വേലയ്ക്ക് അതിന്റെ ജീവിതം സമർപ്പിക്കുവാൻ ദൈവം എന്നെ സഹായിച്ചു. ഓർത്തഡോക്സ് കുടുംബത്തിൽ ജനിച്ചു വളർന്നത് ഭാഗ്യമെന്ന് പറയാനുള്ള ഒരു കാരണം, ഞാൻ ഉത്തർപ്രദേശിൽ 2009 ഞങ്ങൾ ഉത്തർപ്രദേശിൽ ലക്നൌവിൽ കടന്നു വന്നപ്പോൾ അനേക ഗ്രാമങ്ങൾ ഞങ്ങൾ യാത്ര ചെയ്തു. അനേക ഗ്രാമവാസികൾ, മോസ്റ്റ് ഓഫ് ദ വില്ലേജസ് ആർ ഇല്ലിറ്ററേറ്റ്. അവരെ കാണുമ്പോൾ എനിക്ക് ഒരു കാര്യം മനസ്സിലായി. കർത്താവേ, എനിക്കൊരു ബൈബിളുള്ള ഭവനത്തിൽ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള പേരൻസിന്റെ ഒരു മകനായിട്ട് വളരുവാൻ എനിക്ക് വിദ്യാഭ്യാസം ദൈവം തന്നു. അങ്ങനെ ദൈവത്തെ മഹത്വപ്പെടുത്തുവാനിടയായി. ഇവിടെയുള്ള ജനങ്ങളെക്കുറിച്ച് നാം പറയുകയാണെങ്കിൽ, മനസ്സിലാക്കുകയാണെങ്കിൽ, they know only today, yesterday and day after tomorrow. Nothing, no knowledge. Most of the family having 6+ children. ഞങ്ങൾ അവരെ കൗൺസിൽ ചെയ്യുമ്പോഴും അവരോട് പറയുമ്പോഴും, എസ്പെഷ്യലി വി ആർ കൗൺസിലിംഗ് ഇൻ ദ ഫീൽഡ് ഓഫ് ഫാമിലി പ്ലാനിങ്. അപ്പോൾ അവർ പറയും, ഞങ്ങൾക്ക് ഒത്തിരി കുഞ്ഞുങ്ങളെ ആവശ്യമുണ്ട്, കാരണം ഞങ്ങൾക്ക് കൃഷി ചെയ്യാൻ, ഞങ്ങളുടെ കൂടെ നിൽക്കാൻ, സഹായിക്കുവാൻ, അപ്പോൾ ഞങ്ങൾ ലേബേഴ്സിനെ ആവശ്യമില്ലെന്നൊക്കെ അത് അവർ പറയുവാനായിട്ടിടയായി തീരും. ബട്ട് ദേ ഡോണ്ട് ഹാവ് ഇനഫ് റിസോഴ്സ് ലൈക്ക് ഫുഡ് ആൻഡ് ക്ലോത്തിങ്, ഈവൻ 1 or 2 ചിൽഡ്രൻ. ഇതൊക്കെ കാണുമ്പോൾ ദൈവം നമ്മുടെ ദേശത്തെയൊക്കെ പരിപാലിക്കുന്ന വിധങ്ങളെ ഓർക്കുവാൻ ഇടയായിത്തീരും. നമ്മളൊരു ടൂറിസ്റ്റ് ക്യാപ്ഷൻ കേരളത്തെക്കുറിച്ച്, വി ഹാവ് എ ടൂറിസ്റ്റ് ക്യാപ്ഷൻ, കേരള ഈസ് ഗോഡ്സ് ഓൺ കൺട്രി. ഇറ്റ്സ് ഓൺലി ടൂറിസ്റ്റ് ക്യാപ്ഷൻ. പക്ഷെ എനിക്കത് അതിന്റെ യാഥാർത്ഥ്യം മനസ്സിലായത് ഞങ്ങൾ ഉത്തർപ്രദേശിലെ ഗ്രാമങ്ങളിൽ കടന്നു വന്നപ്പോൾ, ഇന്നും ഉത്തർപ്രദേശിലെയും ബീഹാറിലെയും ഗ്രാമങ്ങൾ കേരളത്തെക്കാളും 50 years, മോർ ദാൻ 50 years മൈനസ് ആണ്. We know that Kerala history, before 200 years, we also like this. We don't have education, we don't have a hospital, we don't have a, എത്ര പേർക്കറിയാം മാറുമറക്കൽ സമരത്തെക്കുറിച്ച്? എത്ര പേർക്കറിയാം? ഈഴവ സമുദായവും അതിന് താഴേക്കുള്ള ജാതികളായിട്ടുള്ള സഹോദരിമാർക്ക് ബ്ലൗസ് ധരിക്കുവാനായിട്ട് അനുവാദമില്ലായിരുന്നു. പക്ഷെ വിദേശ മിഷണറിമാർ കടന്നു വന്ന് അവരാണ് ഈ സ്ഥിതികൾക്കെല്ലാം വ്യത്യാസം വരുത്തിയത്. സ്തോത്രം. എത്ര പേർക്കറിയാം കോട്ടയത്ത് ഒരു ബേക്കർ ജംഗ്ഷനെ കുറിച്ച്? ബേക്കർ ജംഗ്ഷൻ, റീസെന്റ് ഐ എം ട്രാവലിംഗ് വിത്ത് മൈ ചിൽഡ്രൻ ബേക്കർ ജംഗ്ഷൻ, ത്രൂ ബേക്കർ ജംഗ്ഷൻ. മൈ ചിൽഡ്രൻ ആസ്ക്ഡ് വൈ ദ നെയിം ബേക്കർ ജംഗ്ഷൻ. എത്ര പേർക്കറിയാം? ബേക്കർ സാഹിബ് വന്ന് മിഷണറി പ്രവർത്തനങ്ങളെ, സ്കൂള്, ചർച്ചസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്ത് അദ്ദേഹത്തിന്റെ പേരിലാണ് കോട്ടയത്തെ ബേക്കർ ജംഗ്ഷൻ അറിയപ്പെടുന്നത്. 1817 നമുക്കറിയാം മിഷണറിമാർ CMS കോളേജ് സ്റ്റാർട്ട് ചെയ്തു കോട്ടയത്ത്. CMS 1817, മോർ ദാൻ 200 years. ഹല്ലേലൂയ, സ്തോത്രം. അതിന്റെ കാരണമാണ്
സ്തോത്രം. എത്ര പേർക്കറിയാം മിഷണറിമാർ വന്ന് പള്ളികൾ സ്ഥാപിച്ചു? നമ്മൾ മലയാളത്തിൽ പള്ളിക്കൂടം എന്ന് പറയാറുണ്ട്. പള്ളിയുടെ കൂടെ, പള്ളിയുടെ ചായ്പിൽ ഉണ്ടാക്കിയ പള്ളിക്കൂടം. ദേ സ്റ്റാർട്ടഡ് കോളേജസ്, സ്കൂൾസ്. അതുകൊണ്ട് നമ്മുടെ പിതാക്കന്മാർക്ക് വിദ്യാഭ്യാസം ലഭിച്ചു. അവർക്ക് യാത്ര ചെയ്യാൻ വിദേശ നാടുകളിലെ അമേരിക്ക, UK, പല ഗൾഫ് കൺട്രീസിൽ യാത്ര ചെയ്യുവാൻ, അവിടെ ജോലി ലഭിപ്പാൻ, അവരെ സെറ്റിലാവാൻ ഒക്കെ ഭാഗ്യം ലഭിച്ചതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. പക്ഷെ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം. ഞാനതാ പറഞ്ഞത് തുടക്കത്തിൽ, ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങൾ UP കടന്നു വരണം. ഈ ഗ്രാമങ്ങളിൽ നിഷ്കളങ്കരായ ഈ ഗ്രാമവാസികളെ കാണുമ്പോൾ ദൈവം എന്നെ നടത്തിയ വിധങ്ങൾ. 200 വർഷങ്ങൾക്ക് മുമ്പ് മിഷണറിമാർ നമ്മുടെ കൊച്ചു കേരളത്തിൽ വന്നില്ലായിരുന്നെങ്കിൽ നാം UP പോലെ അക്ഷരാഭ്യാസമില്ലാത്ത, ഇന്നും നാളെ മറ്റന്നാളും മാത്രം അറിയുന്ന ഒരു തലമുറയിലേക്ക് നിങ്ങൾ ഒരിക്കലെങ്കിലും, പ്ലീസ്, നിങ്ങൾ ഇവിടെ വന്ന് പ്രസംഗിക്കാനോ ക്രൂസൈഡ് നടത്താനോ പറ്റത്തില്ല. അതിൻ്റെ ഉള്ള സമയമല്ല. ഒരു പ്രാവശ്യം വരിക, ഒന്നും പറയണ്ട. അവരുടെ മുഖം കാണുമ്പോൾ ധാരധാരയായി കണ്ണുനീര് നമ്മുടെ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ ജീവിതത്തിൽ ഇഴുവാനിടയായി തീരും. ഒത്തിരി പറയുവാൻ ഉണ്ടെങ്കിൽ ഞാൻ അവിടെ ആ സാക്ഷ്യം അവിടെ അവസാനിപ്പിച്ച് വചനത്തിലേക്ക് പ്രവേശിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. കാരണം വചനത്തിനോട് ചേർന്ന് ചില അനുഭവങ്ങൾ, എല്ലാ അനുഭവങ്ങളും പറയുവാൻ എൻ്റെ മുമ്പിൽ സമയമില്ലല്ലോ. വചനത്തിലേക്ക് നാം കടന്നു വരാമല്ലോ. ഉൽപ്പത്തി 21:17. ആൻഡ് ഗോഡ് ഹേർഡ് ദ വോയിസ് ഓഫ് ദ ബോയ്. ദൈവം ബാലന്റെ നിലവിളി കേട്ടു. ആരാണ് ബാലൻ? നമുക്ക് എല്ലാവർക്കും, പ്രത്യേകിച്ച് മലയാളികളായ നമുക്ക് എല്ലാവർക്കും സുപരിചിതമായ ഒരു ഭേദഭാഗമാണ്. ഈ ഭാഗം നമ്മൾ വായിച്ചതും പ്രസംഗിച്ചതും പ്രസംഗം കേട്ടതുമായ അനുഭവങ്ങൾ മുമ്പിലുണ്ടെങ്കിലും വളരെ പ്രാർത്ഥനയോട് കർത്താവിനോട് സംസാരിക്കണമേ. ഈ ഒരു മിഷൻ ചലഞ്ച്, ഈ അനുഭവങ്ങൾ എൻ്റെ ജീവിതത്തിൽ കർത്താവെ ക്രിയ ചെയ്യണമേ എന്നുള്ള പ്രാർത്ഥനയോട് ദൈവസന്നിധിയിലായിരിക്കാം. ഉൽപ്പത്തി പുസ്തകം 16-ാമത്തെ അധ്യായം മുതൽ ഈ ബാലന്റെ ഹിസ്റ്ററിയെ കുറിച്ച് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നുണ്ട്. ദൈവം അബ്രഹാമിന് കൊടുത്ത വാഗ്ദത്തങ്ങൾക്ക് കാത്തിരിക്കാതെ സാറയുടെ നിർദ്ദേശപ്രകാരം ഹാഗറിന്റെ അടുക്കിലേക്ക് പോകുന്നതും തനിക്ക് ഹാഗറിലൂടെ ഒരു സന്തതി ലഭിക്കുന്നതും ഒക്കെ 16-ാമത്തെ അധ്യായത്തിൽ കാണുവാനായിട്ട് സാധിക്കുന്നു. നോക്കണം, അബ്രഹാമിനോട് ദൈവം വാഗ്ദത്തം ചെയ്തു. ഏകദേശം 24-23 വർഷങ്ങൾ മുന്നോട്ട് പോവുകയാണ്. വാഗ്ദത്തങ്ങൾ നിവൃത്തിയാകുന്നില്ല. ഹാഗർ, സ്തോത്രം, അവിടുത്തെ ദാസിയാണ്, സാറയുടേതായ സാറയുടെ സെർവന്റാണ്. അങ്ങനെ അബ്രഹാം ബുദ്ധിയില് താൻ തീരുമാനിച്ചു, തനിക്കൊരു സന്തതി ലഭിച്ചു. നമുക്കറിയാം, ആ സന്തതി കാരണം, ആ ബുദ്ധിപരമായ ഒരു നീക്കം കാരണം അബ്രഹാമിന്റെ ജീവിതത്തിൽ, സാറയുടെ ജീവിതത്തിൽ, ഹാഗറിന്റെ ജീവിതത്തിൽ, എന്തിനു വേണ്ട കുഞ്ഞിന്റെ ജീവിതത്തിൽ വരെ വലിയ പ്രതിസന്ധികൾ, വലിയ ഫാമിലി ഇഷ്യൂസ് ഉണ്ടായി. ദൈവമക്കളെ, ഞാൻ ഈ സമയത്തൊരു സ്തോത്രം ദൂതായിട്ട് വിളിച്ചു പറയട്ടെ. ബുദ്ധിപരമായ പല കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിൽ എടുക്കുമ്പോൾ പലപ്പോഴും അത് വലിയ പ്രതിസന്ധികളിലേക്കും വലിയ ഇഷ്യൂകളിലേക്കും അത് പോകുവാനായിട്ട് സാധിക്കും. കാത്തിരിക്കുന്നവരായിരിക്കണം. വാഗ്ദത്തം ചെയ്ത ദൈവം വിശ്വസ്തനാണെന്ന് ഇന്ന് പകൽക്കാലം ദൈവമക്കളെ നാം മനസ്സിലാക്കണം. നമുക്കറിയാം, അബ്രഹാം ദൈവശബ്ദം കേട്ട് എല്ലാം ഉപേക്ഷിച്ച് ഇറങ്ങിയ മനുഷ്യനാണ്. തന്റെ പിതൃപാരമ്പര്യത്തെ, തന്റെ ബിസിനസ്സുകളെ, തന്റെ ചർച്ചക്കാരെ എല്ലാം വിട്ട് ദൈവം കാണിച്ചു കൊടുത്ത വഴിയിലൂടെ സഞ്ചരിച്ച ഒരു വ്യക്തിയാണ് അബ്രഹാം. അങ്ങനെയുള്ള അബ്രഹാമിനെ എന്റെ ദൈവം മറക്കും? ഒരു ചോദ്യം നമ്മുടെ മുമ്പ് സമർപ്പിക്കുകയാണ്. ദൈവത്തിന് വേണ്ടി തന്റെ കാര്യങ്ങളെല്ലാം ഉപേക്ഷിച്ച് ദൈവ വഴികളിലൂടെ സ്തോത്രം താൻ കാണാത്ത ദേശത്തേക്ക്, ഇന്നാണെങ്കിൽ നമുക്കറിയാം ഗൂഗിൾ മാപ്പുകളും സ്തോത്രം ഫോൺ നമ്പറുകളൊക്കെ ഉണ്ട്. ഏതെങ്കിലും ദേശത്തേക്ക് പോകുമ്പോൾ അതൊന്നുമില്ല, മനുഷ്യർ പോലും ഇല്ലാത്ത സ്ഥലങ്ങൾ, അപരിഷ്കൃത ജനങ്ങൾ, ഭാഷ. എന്നാൽ ഇതെല്ലാം ഉണ്ടായിട്ടും ബുദ്ധിയെ മാറ്റിവെച്ചിട്ട് പരിശുദ്ധാത്മാ ദൈവത്തിന്റെ വചനത്തിൽ, ദൈവത്തിന്റെ കൽപ്പന പ്രകാരം ഇറങ്ങിത്തിരിച്ച അബ്രഹാമിനെ എന്റെ ദൈവം മറക്കത്തില്ല. നമുക്ക് വളരെ മുന്നോട്ട് പെട്ടെന്ന് പോകേണ്ട ആവശ്യമുള്ള സമയം നമ്മുടെ മുമ്പിലില്ല. ഉൽപ്പത്തി പുസ്തകം 21-ാമത്തെ അധ്യായത്തിന്റെ 14 മുതലുള്ള വാക്യം നാം കാണുമ്പോൾ, അബ്രഹാം കൊടുത്ത അപ്പക്കഷ്ണവും
വെള്ളവുമായിട്ട് ഹാഗറും കുഞ്ഞുമായി യാത്ര പുറപ്പെടുന്നു. അതിന്റെ അർത്ഥം അബ്രഹാം അവരെ ഉപേക്ഷിക്കുകയാണ്. അബ്രഹാം കൊടുത്ത കരുതലുമായി യാത്ര പുറപ്പെട്ട ഹാഗറും കുഞ്ഞും ബേർശാവ മരുഭൂമിയിലെത്തി. ഹല്ലേലൂയ! അവരുടെ അപ്പവും അബ്രഹാം കൊടുത്ത കരുതലുകൾ തീർന്നു. 16-ാമത്തെ വാക്യത്തിൽ അവൾ പോയി അതിനെതിരെ ഒരമ്പിൻപാട് ദൂരത്തിരുന്നു. കുട്ടിയുടെ മരണം എനിക്ക് കാണണ്ട എന്ന് പറഞ്ഞ് ഇരുന്ന് ഉറക്കെ കരഞ്ഞു. ഹാഗർ ഉറക്കെ കരയുക. കാരണം ആഹാരമില്ല, വെള്ളമില്ല. സ്തോത്രം. അടുത്ത നിമിഷത്തിൽ ഞാനും കുഞ്ഞും മരിക്കും. വേറൊരു കാര്യം കൂടെ പറയണം, ആ മരുഭൂമിയിൽ ഒത്തിരി ശവശരീരങ്ങളുണ്ട്. ഒത്തിരി അബ്രഹാമാർ ഉപേക്ഷിക്കപ്പെട്ട വിധവമാരായ സഹോദരിമാർ, ഒത്തിരി പിതാക്കന്മാർ ഉപേക്ഷിച്ച കുഞ്ഞുങ്ങളെ തിന്നുന്ന കഴുകന്മാരുടെ നേർചിത്രം കണ്ടുകൊണ്ട് ഹാഗർ കരയുകയാണ്. അടുത്ത നിമിഷത്തിൽ ഞാനും എന്റെ കുഞ്ഞും കഴുകന്റെ ആഹാരമായി തീരും, ഇതെനിക്ക് കാണണ്ട എന്ന് പറഞ്ഞ് അമ്പിൻപാട് ദൂരത്തിരിക്കുക. കരയുന്ന ഹാഗറിനോടൊരു ചോദ്യം, ഹാഗറെ, ഈ പ്രതിസന്ധി നിന്റെ ജീവിതത്തിൽ വരുമെന്ന്, അല്ലെങ്കിൽ ആമേൻ സ്തോത്രം, നിന്നോട് ദൈവം പണ്ടെങ്കിൽ എപ്പോഴെങ്കിലും സംസാരിച്ചിട്ടുണ്ടോ? നിന്നെ കുറിച്ച്, നിന്റെ കുഞ്ഞിനെ കുറിച്ച് ഏതെങ്കിലും വാഗ്ദത്തം ഉണ്ടോ? ഉണ്ട്. ഉൽപ്പത്തി പുസ്തകം 16-ാമത്തെ അധ്യായത്തിന്റെ 8-ാമത്തെ വാക്യത്തില്, സാറയുടെ ദാസിയായ ഹാഗറെ, നീ എവിടെ നിന്ന് വരുന്നു? കാരണം സാറയുടെ ആ ഭവനത്തിലുള്ള നിന്ന കാരണം ഹാഗർ ഗർഭിണിയായിരിക്കുമ്പോൾ ഒരിക്കൽ ഓടിപ്പോയതാ. മരുഭൂമിയിലെ സ്തോത്രം വെച്ച് ആ ദൂതൻ ചോദിക്കുന്ന, ദാസിയായ ഹാഗറെ, നീ എവിടെ നിന്ന് വരുന്നു? ആരാ ചോദിക്കുന്നത്? ദൈവത്തിന്റെ ദൂതൻ. ആരോടെ ചോദിക്കുന്ന? ഹാഗറിനോട്. എന്തോ ചോദിക്കുന്നേ? സാറയുടെ ദാസിയായ ഹാഗർ. നോക്കണം, അബ്രഹാമിന്റെ പേരറിയാം, സാറയുടെ പേര് ദൈവത്തിന് അറിയാം, ഈവന്തോ സാറയുടെ സെർവന്റ് അതുപോലും അറിയാം. നിന്റെ മുടികൾ എണ്ണി തിട്ടപ്പെടുത്തിയ ഒരു ദൈവത്തിന്റെ മുമ്പിൽ ആ ദൈവത്തെ ആരാധിക്കാനാണ് കുഞ്ഞേ ഇന്ന് പകൽക്കാലം നീ കടന്നു വന്നത്. ജീവനുള്ള ദൈവം. ഹല്ലേലൂയ, സ്തോത്രം, ആമേൻ. അവിടെ പറയുന്നുണ്ട്, 11-ാമത്തെ വാക്യം വായിക്കാം. നീ ഗർഭിണിയല്ലോ, നീ ഒരു മകനെ പ്രസവിക്കും, യഹോവ നിന്റെ സങ്കടം കേൾക്കൊണ്ട് അവൻ ഇശ്മയേൽ എന്ന് പേര് വിളിക്കണം. പ്രഗ്നന്റ് ആയ സമയത്ത്. ഒരാണാണോ? ഇന്ന് അമേരിക്കയിലേക്ക് നാടുകളിലൊക്കെ ആമേൻ സ്തോത്രം, ആണാണോ പെണ്ണാണോ നോക്കി. ഇന്ത്യയിൽ അതിനുള്ള അനുമതിയില്ല. എന്നാലും ആ സ്തോത്രം സ്കാനിങ് ഒക്കെ ഉണ്ടെങ്കിലും അന്നും സ്കാനിങ് ഒന്നുമില്ല. ഒരു കുഞ്ഞുണ്ടെന്ന് അറിയാം ഹാഗറിന്. എന്നാൽ സ്തോത്രം, നീ ഗർഭിണിയല്ലോ എന്ന് നിന്റെ എല്ലാം അറിയുന്ന ഒരു ദൈവം, നിന്റെ മുടികൾ എണ്ണി തെറ്റപ്പെടുത്തിയൊരു ദൈവം, നിനക്ക് ഒരു ആമേൻ കുഞ്ഞുണ്ടാകും. കുഞ്ഞിന്റെ പേര് വരെ പറഞ്ഞ് അവൻ വലിയൊരു ജാതിയാകുന്ന വാക്തത്വമുള്ള ഹാഗർ ഇപ്പോ എന്താ കരയുക? ദൈവമക്കളെ, ദൈവത്തിന്റെ വലിപ്പവും ദൈവത്തിന്റെ വാക്തത്വവും ഒക്കെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിലും പ്രതിസന്ധികളുടെ നടുവിൽ, ആമേൻ മരുഭൂമിയുടെ നടുവിൽ ഞാനും നിങ്ങളും തളരുന്നവരായിരിക്കാം, ഞാനും മുമ്പ് നിലവിളിക്കുന്നവരായിരിക്കാം. പക്ഷെ മറക്കരുത്, ഒരു മരുഭൂമി വന്നത് നിന്നെ ബലപ്പെടുത്താനാണെന്ന് മനസ്സിലാക്കണം. ഹല്ലേലൂയ. ഹോശേയ പ്രവാചകന്റെ പുസ്തകത്തില്, ഞാൻ അവളെ മരുഭൂമിയിൽ കൊണ്ടുപോയി ഹൃദ്യമായോട് സംസാരിക്കും. ഞാൻ അവളെ വശീകരിച്ച് മരുഭൂമിയിൽ കൊണ്ടുപോയി ഹൃദ്യമായി സംസാരിക്കും. ആമേൻ. മരുഭൂമി അതെ കണ്ണുനീര് വരുത്തും, നിലവിളി വരുത്തും, മരണം ചുറ്റും കാണും. എന്നിരുന്നാലും ദൈവത്തിന് നിന്നോട് സംസാരിപ്പാനുണ്ട് മരുഭൂമി. എൻ്റെ ജീവിതത്തിൽ ഒത്തിരി മരുഭൂമി ഞങ്ങളുടെ ജീവിതത്തിൽ വന്നിട്ടുണ്ട്. 2009 ഞാനും ആമേൻ എൻ്റെ ഭാര്യയും 2 കുഞ്ഞുങ്ങളുമായിട്ട് 4-5 വയസ്സുള്ള കുഞ്ഞുങ്ങളുമായിട്ട് ഞങ്ങൾ ഉത്തർപ്രദേശിൽ കടന്നു വന്നു. ഹല്ലേലൂയ, സ്തോത്രം. ഒത്തിരി മരുഭൂമി ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായി. 2009 ആമേൻ 10-11 കാലയളവിൽ എൻ്റെ പിതാവ് മമ്മിയൊക്കെ അമേരിക്കയിലാണെങ്കിലും അവരുടെ ജീവിതത്തിൽ ഒത്തിരി പ്രതിസന്ധികൾ ഉണ്ടായി. എൻ്റെ പിതാവിൻ്റെ ജോലി നഷ്ടപ്പെട്ടു. പലപ്പോഴും ഫോൺ ചെയ്യും, മോനെ എങ്ങനെ ഉണ്ടെന്നൊക്കെ ചോദിക്കുമ്പോൾ ഞാൻ അവരോട് എൻ്റെ ദുഃഖങ്ങൾ പറഞ്ഞിട്ടില്ല. പലപ്പോഴും ഫോൺ ചെയ്യുമ്പോൾ ആഹാരമില്ലായിരിക്കും. എന്നിരുന്നാലും സ്തോത്രം, അവരെ ദുഃഖിപ്പിക്കാതിരിക്കാൻ വേണ്ടി പലപ്പോഴും ഇവിടുത്തെ അവസ്ഥകൾ ഞാൻ പറഞ്ഞിട്ടില്ല. ആദ്യത്തെ 3 പ്രാവശ്യം ഞങ്ങൾ ഡിസംബറിൽ 0 ഡിഗ്രി തണുപ്പ് വരും. ഞങ്ങൾക്ക് പ്രോപ്പറായിട്ട് തണുപ്പിനുള്ള ഡ്രസ് ഇല്ലായിരുന്നു. ഒരു വാക്ക് എൻ്റെ പപ്പായോട് പറഞ്ഞിരുന്നെങ്കിൽ പപ്പ എനിക്ക് പൈസ എങ്ങനെയെങ്കിലും അയച്ചു തന്നിരുന്നേനെ. ഹല്ലേലൂയ. എന്നാൽ സ്തോത്രം, മരുഭൂമി വന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ, ആമേൻ മറ്റുള്ളവരുടെ തണുപ്പ്. ഇന്ന് ദൈവത്തിന്റെ കൃപയാല് ആമേൻ കഴിഞ്ഞ 5-6 വർഷമായിട്ട് അനേക ദൈവദാസന്മാർക്ക് തണുപ്പിനുള്ള തുണിത്തരങ്ങൾ, അവർക്ക് വേണ്ടിയുള്ള സപ്പോർട്ടുകളൊക്കെ ചെയ്യുവാൻ ഞങ്ങളെ ദൈവം ഉപയോഗിക്കുന്നു. കാരണം എന്നെ ഒന്ന് തണുപ്പിച്ചു, എന്നെ ഒന്ന് വിശപ്പിച്ചു ദൈവം. പ്രതിസന്ധികളൊന്ന് കൊണ്ടുവന്നു. കുഞ്ഞുങ്ങളുടെ ഫീസ് അടയ്ക്കാൻ മാർഗമില്ല. പല പ്രതിസന്ധികളിലൂടെ കൊണ്ടുവന്നപ്പോൾ ആമേൻ സ്തോത്രം, ദൈവദാസന്മാരുടെ കുഞ്ഞുങ്ങളെ കുറിച്ചൊരു ഭാരം എനിക്കുണ്ട്. അവരുടെ ഫീസ് അടയ്ക്കുവാനുള്ളത് ഭാരം ദൈവം എനിക്ക് തന്നിട്ടുണ്ട്. അവരുടെ ആഹാരത്തിനുള്ളത് ഭാരം. എന്തിനാണെന്ന് ചോദിച്ചാൽ എൻ്റെ ജീവിതത്തിൽ ഒരു പ്രതിസന്ധി കൊണ്ടുവന്നത്. അതോടൊപ്പം തന്നെ ആമേൻ എൻ്റെ ജീവിതത്തിൽ 2017 ഒരു പ്രതിസന്ധി വരുവാനിടയായി.
അതുകൂടെ പറഞ്ഞ് ദൈവദിനത്തിലേക്ക് കടന്നു വന്ന് പെട്ടെന്ന് ഞാൻ ഇരിക്കുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ്. 2017 ഞങ്ങളുടെ ഇവിടെ ഒരു വിശ്വാസികൾ, സ്ലമ്മിൽ നിന്ന് വരുന്ന കുറച്ച് വിശ്വാസികളുണ്ട്. ഞങ്ങളുടെ ഒരു ഹിന്ദി ചർച്ചാണ്. ഹല്ലേലൂയ, സ്തോത്രം. പാവങ്ങളായിട്ടുള്ള ഒത്തിരി ഫാമിലീസ് ഉണ്ട്. ആ സ്ലമ്മിൽ ഞാൻ ഒരിക്കലും അവിടെ വിസിറ്റ് ചെയ്ത് അവരെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് സുവിശേഷ വിരോധികൾ വളയുകയും എന്നെ പോലീസ് സ്റ്റേഷനിലേക്ക് പിടിച്ചു കൊണ്ടുപോകാനിടയായി. പോലീസ് ജീപ്പിൽ എന്നെ കൊണ്ടുപോയി. അവരെന്നോട് ചാരനാണ്, നീ ഒത്തിരി കളിയാക്കി, ചീത്ത വിളിച്ചു. പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി എന്നെ ഇരുത്തി, കള്ളന്മാരുടെ കൂടി ഇരുത്തി. അവിടുത്തെ SI എന്നെ ചീത്ത വിളിച്ചു, അടിച്ചില്ല, ഉപദ്രവിച്ചില്ല. എന്നാൽ ഒത്തിരി നിന്ദകളും. എനിക്ക് വെള്ളം കുടിക്കാൻ എൻ്റെ ഫോണുകളെല്ലാം അവരെടുത്തു. എനിക്ക് ആ ചൂട് സമയത്ത് വെള്ളം കുടിക്കാനില്ല. അങ്ങനെ ഒത്തിരി ഞാനിരുന്ന് കരയുവാനിടയായി. എന്നാൽ സ്തോത്രം, ദൈവമക്കളെ ഞാൻ വിളിച്ചു പറയട്ടെ, ആ ഒരു മരുഭൂമി എൻ്റെ ജീവിതത്തിൽ തന്നതുകൊണ്ട് എന്നെ റിലീസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഞാനൊരു തീരുമാനമെടുത്തു, ഞാൻ LLB പഠിക്കാൻ പോകും. അതെനിക്കൊരു വാശിയായിരുന്നു. അങ്ങനെ ഞാൻ LLB കംപ്ലീറ്റ് ചെയ്തു. 2021 സ്തോത്രം 20 കംപ്ലീറ്റ് ചെയ്ത് 21 ഞാൻ ഉത്തർപ്രദേശ് ബാർ കൗൺസിലെ മെമ്പറായി തീർന്ന് ഞാനൊരു ഹൈക്കോടതിയിലെ കീഴ്ക്കോടതികളിലൊക്കെ പ്രാക്ടീസ് ചെയ്യാൻ ഒരു വക്കീലിന്റെ കൂടെ ഞാൻ പൊയ്ക്കൊണ്ടിരുന്ന സമയത്താണ് 2021 ഞങ്ങളുടെ മുഖ്യമന്ത്രി ആദിത്യനാഥ് ആന്റി കൺവെൻഷൻ ബില്ല് പാസ്സാക്കുന്നത്. എന്നാൽ അതിന് 3 വർഷം മുമ്പ് എൻ്റെ ജീവിതത്തിൽ ഒരു മരുഭൂമി കൊണ്ടുവന്നതുകൊണ്ട് ഞാൻ LLB പഠിക്കുവാനായിട്ട് പോകാനിടയായി. ഞാനൊരു വക്കീലായി തീരുവാനിടയായി. എനിക്കറിയത്തില്ലായിരുന്നു 21 ആന്റി കൺവെൻഷൻ ബില്ല് വരുമെന്ന്. എന്നാൽ അതിനുശേഷം ഒത്തിരി ദൈവമക്കളെ, പ്രത്യേകിച്ച് നമ്മുടെ ഉത്തർപ്രദേശ് എന്ന് പറയുമ്പോൾ ഒരു താലിബാൻ ഭരണമാണ് ഇവിടെ നടക്കുന്നത്. ആരെങ്കിലും ഒരു ദൈവദാസൻ ജയിലിലാണെങ്കിൽ അവിടെ കാണാൻ പോയാൽ മതി, നമ്മളെ കൂടെ പിടിച്ച FIR-ലിട്ട് നമ്മളെ ജയിലിലാക്കുന്നത് പ്രത്യേക സ്ഥിതി വിശേഷം. എന്നാൽ സ്തോത്രം, ദൈവത്തിന്റെ കൃപയാൽ LLB കുപ്പായം എനിക്ക് ദൈവം തന്നതുകൊണ്ട് പോലീസ് സ്റ്റേഷനിലെ പോലീസുകാരോട്, വലിയ വലിയ ആൾക്കാരോട് സംസാരിപ്പാൻ, ജയിലിൽ പോയി ദൈവദാസന്മാരെ കാണുവാൻ, പ്രത്യേകിച്ച് ഇവിടെ ജയിൽ എന്ന് പറഞ്ഞാൽ നരകം പോലെ, നരകമാണ് ഏറ്റവും ജയിലിനേക്കാളും നല്ലതെന്നാണ് ഇവിടെയുള്ള ജയിലിൽ പോയ ദൈവദാസന്മാർ പറയുന്നത്. ഇവിടെ ആഹാരമില്ല, അവിടെ ദുർഗന്ധം, ടോയ്ലറ്റുകളില്ല. അവിടെയൊക്കെ പോയി അവരെ ഹെൽപ്പ് ചെയ്യാൻ, അവർക്ക് ആവശ്യമായ ഫുഡുകൾ കൊടുക്കാനൊക്കെ ദൈവം ഞങ്ങളെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു. നിങ്ങൾ എല്ലാവർക്കും അറിയാമല്ലോ, ജോസ് പാപ്പച്ചൻ പാസ്റ്റർ ആൻഡ് ഷീജ അവരെ പിടിക്കുകയും അവരെ അകത്താക്കുകയും ചെയ്തതിനു ശേഷമായിട്ട് ഞങ്ങൾ ആ കേസ് ഏറ്റെടുക്കുവാനും ഹൈക്കോടതിയിൽ 8 മാസത്തിന് ശേഷം അവർക്ക് ജാമ്യം ലഭിക്കാനിടയായതൊക്കെ നിങ്ങൾ അറിഞ്ഞു കാണുമല്ലോ. അതിനുശേഷമായിട്ട് വീണ്ടും ആ ട്രയൽസിനൊക്കെ ഞങ്ങൾക്ക് ആ പ്രിയപ്പെട്ടവരുമായിട്ട് കടന്നു പോകാൻ ദൈവം ഞങ്ങളെ സഹായിച്ചു. അങ്ങനെ കഴിഞ്ഞ ദിവസത്തിലെ അവരെ 5 വർഷത്തേക്ക് തടവിന് ശിക്ഷിച്ചതൊക്കെ നിങ്ങൾ അറിഞ്ഞു കാണും. അങ്ങനെ തടവ് ശിക്ഷയിൽ 1 മാസത്തിനുള്ളിൽ അവരെ വീണ്ടും ഞങ്ങൾക്ക് ഹൈക്കോടതിയിൽ നിന്ന് ജാമ്യത്തിൽ ഇറക്കുവാൻ ദൈവം ഞങ്ങളെ സഹായിച്ചു. ഏകദേശം 6-7 കേസുകൾ ഞങ്ങൾ ചെയ്യുന്നു. അതോടൊപ്പം തന്നെ ജോസ് പൊല്ലാനിയിൽ എന്ന് പറഞ്ഞ പാസ്റ്റർ ഏലമേ ആന്റി, അതുപോലെ പ്രായമുള്ള ഒരു ദമ്പതികളായ ദൈവദാസനാണ്. അവർക്കെതിരെ മതപരിവർത്തനവും ഗുണ്ട ആക്ടും ഒക്കെ ഇട്ടിട്ട് അങ്ങനെ അവർ വളരെ ഭീഷണിയിലായിരിക്കുന്നു. ഉത്തർപ്രദേശിലെ ദൈവസഭകളൊക്കെയും ഏകദേശം 80-90% സഭകൾ അടഞ്ഞിരിക്കുകയാണ്. ദൈവമക്കളെ പ്രാർത്ഥിക്കണമേ. എൻ്റെ സമയം തീർന്നതുകൊണ്ട് വളരെ പെട്ടെന്ന് ഞാൻ നിർത്തുവാനായിട്ട് ആഗ്രഹിക്കുന്നു. ഞങ്ങൾക്ക് വേണ്ടി UP ക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ദൈവം ബാലന്റെ നിലവിളിയെ കേട്ടോ. താഴെ നമ്മൾ വായിക്കുന്ന 21, 22 വാക്യത്തിലെ 20, 21 വാക്യങ്ങളിൽ ഉൽപ്പത്തി പുസ്തകം 21-ന്റെ 20-21 വാക്യങ്ങൾ വായിക്കുന്നു. ദൈവം ബാലനോട് കൂടെ ഉണ്ടായിരുന്നു. അവനൊരു വില്ലാളിയായി. അങ്ങനെ ഒരു അടിമ ചെറുക്കനെ ദൈവം അനുഗ്രഹിച്ചെങ്കിൽ വാഗ്ദത്ത ഇസ്ഹാക്കേ, ദൈവം നിന്നെ അനുഗ്രഹിക്കാതിരിക്കുമോ? ദൈവം നിന്നെ ഉയർത്താതിരിക്കുമോ? ഹല്ലേലൂയ, സ്തോത്രം. കരമുയർത്തി ദൈവത്തെ സ്തുതിക്കട്ടെ. സമയനുവദിച്ചെന്ന കർത്താവിന്റെ ദാസനോട്, സഭയോട് എല്ലാവരോടുള്ള നന്ദി അറിയിക്കുന്നു. പ്രത്യേകിച്ച് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ഈ പ്രതിസന്ധിയുടെ നടുവിലും ഞങ്ങൾക്ക് പുതിയ മിഷൻ സ്റ്റേഷനുകൾ സ്റ്റാർട്ട് ചെയ്യണം. അനേകരെ ജയിലിലായിരിക്കുന്നവരെ സഹായിക്കണം. ഫൈനാൻഷ്യലായിട്ടുള്ള അതോടൊപ്പം തന്നെ എല്ലാവിധമായ പ്രത്യേകിച്ച് ഞങ്ങൾ ഇതിന് മുന്നിൽ നിൽക്കുമ്പോൾ ഗവൺമെന്റ് ഒക്കെ ഞങ്ങൾക്ക് എതിരാണ്. അതിനുവേണ്ടിയൊക്കെ ദൈവസഭയുടെ പ്രാർത്ഥനയെ ചോദിക്കുന്നു. വീണ്ടും ഞാനൊരു ചലഞ്ച് നിങ്ങൾക്ക് തരുന്നു. ഒരിക്കലെങ്കിലും ഉത്തർപ്രദേശ് വരിക. ഹല്ലേലൂയ. ഇവിടെ കഷ്ടം അനുഭവിക്കുന്ന ജനത്തെ ഒന്ന് കാണുവാനായിട്ട്, അവർക്ക് എന്തെങ്കിലും ഒരു കൈത്താങ്ങൽ കൊടുക്കുവാൻ ദൈവം നിങ്ങളെ സ്തോത്രം നിർബന്ധിക്കുന്നെങ്കിൽ ഇവിടെയുള്ള ദൈവദാസനുമായിട്ട് കണക്ട് ചെയ്യുക. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു ഓൾ.